ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. തുടർന്ന് ദൈവം തൻ്റെ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം സൃഷ്ടികർമ്മം തുടരുന്നു. 6-ാം ദിവസം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. തുടർന്ന് വായിക്കുന്നുണ്ട്, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. എന്നാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും ഈ സൃഷ്ടിയുടെ ചരിത്രം പറയുന്ന സമയത്ത് ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നു. ആദത്തെ ഗാഠനിദ്രയിലാക്കി ആദത്തിൻ്റെ വാരിയലെടുത്ത് ഹൗവയെ സൃഷ്ടിക്കുന്നു. അവരെ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ലോകത്തെ കീഴടക്കുവിൻ. തുടർന്ന് നമ്മളിങ്ങനെ ഇപ്രകാരം വായിക്കുന്നു, ദൈവം ആദത്തെയും ഹൗവയെയും ഏദനിലെ തോട്ടത്തിലാക്കി കൃഷി ചെയ്യുവാനും സംരക്ഷിക്കാനുമായി അവരെ തോട്ടത്തിലാക്കി. ആ തോട്ടത്തിലാക്കുന്ന സമയത്ത് ദൈവം അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിക്കരുത്. ആ 2 വൃക്ഷത്തെ നമ്മളിങ്ങനെയാണ് ബൈബിളിൽ പേര് കൊടുക്കുന്നത്. ഒന്ന്, ട്രീ ഓഫ് നോളജ്, നന്മ തിന്മകളുടെ വൃക്ഷം. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം, ട്രീ ഓഫ് നോളജ്. രണ്ടാമത് മറ്റൊരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നു, ജീവൻ്റെ വൃക്ഷം, ദ ട്രീ ഓഫ് ലൈഫ്. അല്ലെങ്കിൽ തോട്ടത്തിൽ നിറയെ മരങ്ങളും ചെടികളും കായ്കളും മറ്റ് ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഈ 2 വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കഴിക്കരുത് എന്ന് ദൈവം നിർദ്ദേശിക്കുന്നു. എന്നാൽ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് ഹൗവ പാമ്പായി കടന്നു വന്ന്, പ്രതീകാത്മകമായി പാമ്പായി കടന്നു വന്ന് ഏദനിലെ തോട്ടത്തിൽ കടന്നു പറ്റിയ സർപ്പം അല്ലെങ്കിൽ പിശാച് ഹൗവയുമായി ഒരു സൗഹൃദത്തിലാവുകയും ഈ നടുവിലെ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഹൗവയ്ക്ക് അതിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ പ്രചോദനം കൊടുക്കുകയും ഹൗവ അത് ഭക്ഷിക്കുകയും തുടർന്ന് തൻ്റെ ജീവിത പങ്കാളിക്ക് അത് ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കുന്നു. 2 കൂട്ടരും ദൈവകൽപ്പന ലംഘിക്കുന്നു. ആ ദൈവകൽപ്പന ലംഘിച്ചതിന് ശേഷം ദൈവം അവിടെ കടന്നു വരുന്നു. അവർ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നു, ഒളിക്കുന്നു. തിന്നരുതെന്ന ഫലം ഭക്ഷിച്ചുവോ എന്ന് ദൈവം ചോദിക്കുന്നു. ആദം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീയാണ് എനിക്കത് നൽകിയത്. എന്തായാലും പരസ്പരം കുറ്റപ്പെടുത്തലുകളുടെ അവസാനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം വീണ്ടും തോട്ടത്തിനകത്ത് കടന്ന് നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് പാപികളായി മാറിയവർ ഇനി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടി ഭക്ഷിക്കുകയാണെങ്കിൽ അവർ നിത്യമായും പാപികളായി മരിക്കുകയും നിത്യജീവൻ നഷ്ടപ്പെടും എന്ന് കണ്ട് ദൈവം അവിടെ കെരൂബുകളെ കാവൽ നിർത്തുന്നു. നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെയും ജീവവൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാതിരിക്കാൻ മാലാഖമാരെ കാവൽ നിർത്തുന്നു. ആ കാവലിൽ നിൽക്കുന്നുണ്ട് അവർക്കത് ഭക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു ബലി മൃഗത്തെ കൊന്ന് വസ്ത്രമില്ലാതെ നാണിച്ചു നിന്നവർക്ക് മൃഗത്തിൻ്റെ തുകൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി നൽകി അവരെ സംരക്ഷിക്കുന്നു. തുടർന്ന് അവർക്ക് മക്കൾ ജനിക്കുന്നു. സാധാരണഗതിയിൽ ബൈബിൾ വായിക്കുന്ന ആളുകൾ വലിയ പാണ്ഡിത്യ പ്രകടനത്തിന് പോകാത്ത ഒരാളോട് ചോദിക്കുകയാണ്, ആദം ഹൗവ എത്ര മക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സ്റ്റാൻഡേർഡ് മറുപടിയുണ്ട്, കായേൻ, ആബേൽ. കായേനിനെ ആബേൽ 2 തരം സ്വഭാവവിശേഷങ്ങളുള്ള വ്യക്തികൾ. ആബേലിനെ കായേൻ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളയുന്നതിൻ്റെ ഒറ്റ കാരണം ആബേലിനോടുണ്ടായ അസൂയ, അല്ലെങ്കിൽ
ബലി അർപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ബലി വസ്തു താഴെ വെച്ച് അവരുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രം ഒന്ന് ബലി അർപ്പിക്കുക എന്ന്. കായേന് ആബേലിനോടുണ്ടായ അസൂയ നിമിത്തം ക്ഷമിക്കാതെ അവൻ ബലി അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബലി ദൈവം സ്വീകരിക്കുന്നില്ല. നിഷ്കളങ്കനായ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നു. അത് പിന്നീട് വൈരാഗ്യത്തിൻ്റെ വർധനവിന് കാരണമാകുന്നു, ആബേലിനെ കൊല്ലുന്നു. ഈ രണ്ട് മക്കളെക്കുറിച്ചാണ് പൊതുവെ ബൈബിൾ വായിക്കുന്ന, ബൈബിൾ സാക്ഷരത കൈവരിച്ച ആളുകൾക്ക് അറിവുള്ളത്. എന്നാൽ നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ പിന്നീട് കാണുന്നു, ഇവർക്ക് ഈ പേര് പറഞ്ഞ ആബേൽ, കായേൻ എന്നിവർക്ക് പുറമേ മൂന്നാമതും അവർക്കൊരു മകൻ ജനിക്കുന്നു. ആ മകൻ്റെ പേരാണ് സേത്ത് എന്ന്. ഇതിന് പുറമേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു, അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദവും ഹൗവയും 800 വർഷം ജീവിച്ചു, അവർക്ക് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്, ആദം ഹൗവയ്ക്ക് മക്കളുണ്ടായി, അവർക്ക് എങ്ങനെയാണ് മക്കളുണ്ടായത്? ഇവിടെ പറയുന്നു അവർക്ക് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായെന്ന്. കായേൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കാണുന്നവരെല്ലാം എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായേന് പുറമെ വേറെയും ഇവരുടെ കുടുംബം അല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. ഇവനൊരു കൊലപാതകമായതുകൊണ്ട് ഇവനെ ജനം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇവനിൽ നിന്ന് അകലാൻ അവർ പരിശ്രമിക്കുന്നു. പക്ഷേ ദൈവം അവൻ്റെ നെറ്റിയിലൊരു മുദ്ര പതിപ്പിക്കുന്നു, നിന്നെ ആരും കൊല്ലില്ലെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഈ ബൈബിൾ പഠിക്കുന്ന പ്രാരംഭഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ആദത്തിൻ്റെ മക്കൾക്ക് എവിടെ നിന്നാണ് ജീവിത പങ്കാളികളെ കിട്ടിയത്? അല്ലെങ്കിൽ ആൺമക്കൾക്ക് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു, ആൺമക്കൾക്ക് എവിടെ നിന്ന് ഭാര്യമാരെ കിട്ടി, പെൺമക്കൾക്ക് എവിടെ നിന്ന് ഭർത്താക്കന്മാരെ കിട്ടിയെന്ന്. സുവിശേഷ പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ആദം ഹൗവ ദമ്പതികളെ ദൈവം സൃഷ്ടിച്ചതായിരുന്നു. അവർ ഒരു പാപം ചെയ്തു, അതിന് പരിഹാരം ചെയ്തു. അതുകൊണ്ട് ആ മക്കൾക്ക് പെർഫെക്റ്റ് ജീൻ സ്ട്രക്ചർ ഉണ്ടായിരുന്ന ആളുകളായിരുന്നുകൊണ്ട് അവർ പരസ്പരം വിവാഹം കഴിച്ചതുകൊണ്ട് അതിനാൽ തന്നെ സാങ്കേതികമായി തകരാറൊന്നും ഇല്ല. രക്തബന്ധത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, രക്തബന്ധത്തിലുള്ള ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലവിധ രോഗങ്ങളുണ്ടാവാനും അവരുടെ ഇമ്മ്യൂണിറ്റി സ്ട്രക്ചർ നശിച്ചു പോകാനും എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലിയ തോതിലായതുകൊണ്ടാണ് രക്തബന്ധത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കരുത് ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പറയുന്നത്. അന്ന് പെർഫെക്റ്റ് ജീൻസ് ഉള്ള ആളുകളായിരുന്നുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതിലൊരു തെറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദത്തിൻ്റെ മക്കൾ പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാട്. രണ്ടാമത്തെ വിഷയം കുറേ കൂടെ നൈയാമികമായ വിഷയങ്ങളും ധാർമ്മികതയ്ക്ക് ചേർന്ന വിഷയങ്ങളാണ്. രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹബന്ധത്തെ വിലക്കുന്നത് മോശയുടെ കാലഘട്ടമാണ്. ആദം ഹൗവയുടെ കാലഘട്ടത്തിന് ശേഷം 4000 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മോശയുടെ കാലഘട്ടം വരുന്നത്. ആദം ഹൗവയുടെ കാലഘട്ടത്തിന് ശേഷം 4000 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മോശ തൻ്റെ നിയമങ്ങൾ എഴുതി കൊടുക്കുന്നത്, 613 നിയമങ്ങൾ എഴുതി കൊടുക്കുന്നത്. ആ നിയമങ്ങൾ എഴുതി കൊടുത്തപ്പോഴാണ് ഈ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ 7 തലമുറയുള്ള വിവാഹത്തെ മുടക്കിക്കൊണ്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സഭയിൽ വരികയും നടപ്പിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നിയമമില്ലാതിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അത്തരമൊരു വിവാഹം നിയമത്തിൻ്റെ ലംഘനമോ പാപമോ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദത്തിൻ്റെ മക്കൾ പരസ്പരം വിവാഹം കഴിക്കുകയും അവർക്ക് മക്കളുണ്ടാവുകയും വംശം മുഴുവൻ ലോകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പ്രചരിക്കുകയും ചെയ്തു. നമ്മൾ വംശാവലി ഗ്രന്ഥത്തെ കാണുന്ന സമയത്ത് ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എന്തായാലും ഈ വേറെയും പുത്രന്മാരെയും പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിലും അവരുടെ പേരുകളൊന്നും പരാമർശിക്കപ്പെടുന്നില്ല. ആകെ 3 പേരുകളാണ് പരാമർശിക്കപ്പെടുന്നത്: കായേൻ, ആബേൽ, സേത്ത്. ഇതിൽ കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ 2 വംശാവലി മാത്രമാണ് ബാക്കിയുള്ളത്.
നമ്മൾ സുവിശേഷത്തിലൂടെ പോകുന്ന സമയത്ത് കായേൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം വരുന്ന സമയത്ത് 14 മുതലുള്ള വാക്യങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന സമയത്ത് കായേൻ്റെ പിന്തുടർച്ചയായി തലമുറയായിട്ട് കടന്നു വരുന്ന വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ഞാൻ ആ പേരുകൾ സമയത്തിൻ്റെ പരിമിതിയിൽ നിൽക്കാൻ ഉള്ളതുകൊണ്ട് 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ഹേനോക്ക് ജനിക്കുന്നു. തുടർന്ന് പറയുന്നുണ്ട് അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. 4:18 പറയുന്നു ഹേനോക്കിന് ഈരാദ് എന്ന മകൻ ജനിക്കുന്നു, അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുന്നു. ഈരാദിന് മെഹുയായേൽ എന്ന മകൻ ജനിക്കുന്നു, അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുന്നു. മെഹുയായേലിന് മെത്തുശായേൽ എന്ന മകൻ ജനിക്കുന്നു, അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുന്നു. മെത്തുശായേലിന് ലാമേക്ക് എന്ന മകൻ ജനിക്കുന്നു. അല്ലെങ്കിൽ ആദം മുതൽ ലാമേക്ക് വരെയുള്ള 7 തലമുറകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ പേരുകളൊന്ന് ആവർത്തിക്കാം. കായേൻ, ഹേനോക്ക്, ഈരാദ്, മെഹുയായേൽ, മെത്തുശായേൽ, ലാമേക്ക് എന്ന മക്കൾ ജനിക്കുന്നു. അതിൽ ലാമേക്കിൻ്റെ കാലഘട്ടം വരുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 23-24 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദ, സില്ല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ദിവസം ലാമേക്ക് തൻ്റെ 2 ഭാര്യമാരെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആദായെ, സില്ലായെ, എനിക്ക് ചെവി തരിക. എന്നെ അടിച്ച ഒരുവനെയും എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും ഞാൻ കൊന്നുകളഞ്ഞു. ഭാര്യമാരോടാണ് പറയുന്നത്, എന്നെ അടിച്ച ഒരുവനെയും എന്നെ ഉപദ്രവിച്ച ഒരുവനെയും ഞാൻ കൊന്നുകളഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലാമേക്കിൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറയാണ്. ആ പറയുന്നതിന് മുമ്പ് അവൻ പറയാണ്, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെ പ്രതികാരം 77 ഇരട്ടി അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കായേൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കായേൻ തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നതിന് കാരണം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോപം, പ്രതികാരം, വൈരാഗ്യം, വിദ്വേഷം, നശീകരണ ചിന്തകൾ അവൻ്റെ ഉള്ളിൽ 7 ഇരട്ടി ഉണ്ടായിരുന്നു. എന്നാൽ 6 തലമുറ കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന നിഷേധാത്മകമായ ശക്തികളും ചിന്തകളും വിചാരങ്ങളും വർദ്ധിച്ച് 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 അത് 77 ഇരട്ടിയായി മാറി. ഈ അടുത്ത കാലത്ത് ചില ഗൂഗിളിലൊക്കെ കണ്ട ചില റിപ്പോർട്ടുകൾ കാണുന്നത് മിഡിൽ ഈസ്റ്റ് ഏരിയകളിലുള്ള അഫ്ഗാനിസ്ഥാൻ മുതൽ ജോർദാൻ, സിറിയ, ഇറാഖ്, സൗദി, യമൻ, സൊമാലിയ, ഈജിപ്റ്റ്, ടുണീഷ്യ രാജ്യങ്ങളിലെ, ലിബിയ മുതലായ രാജ്യങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെയൊക്കെ DNA സാമ്പിൾസ് കളക്ട് ചെയ്യുകയും DNAയുടെ ആൻസസ്ട്രി ടെസ്റ്റ് നടത്തിയ സമയത്ത് ഇവരുടെയൊക്കെ ഈ ബോംബ് പൊട്ടലും വെടിവെപ്പും കൊലപാതകവും ആയി നിൽക്കുന്ന ആളുകളുടെ ആൻസസ്ട്രി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ലാമേക്കിൻ്റെ ആൻസസ്ട്രിയിൽ വന്ന് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായേന് 7 ഇരട്ടി പ്രതികാരം ഉണ്ടായിരുന്ന ലാമേക്കിൻ്റെ 77 ഇരട്ടിയായെങ്കിൽ ഇപ്പോൾ ഏകദേശം 7000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് ഒരു 7000 ഇരട്ടിയായിട്ടെങ്കിലും അത് ഏറ്റവും ചുരുങ്ങിയത് വർദ്ധിക്കുന്നു. ഇത് ഈ തലമുറകളെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു അടിസ്ഥാന ഘടകമായി കാണേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ ആദം ഹൗവ ദമ്പതികൾക്ക് ജനിച്ച സേത്ത് എന്ന മകനെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം. സേത്തിൻ്റെ ഒരു പരമ്പര ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, സേത്തിന് ഏനോഷ് എന്ന പുത്രൻ ജനിച്ചു, വേറെയും മക്കൾ ഉണ്ടായി. ആ സമയത്ത് ഏനോഷ് ജനിച്ചതിന് ശേഷം അവർ ദൈവത്തെ വിളിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യം പറയുന്നത്. ഏനോഷിന് ശേഷം കെയ്നാൻ എന്ന മകൻ ജനിക്കുന്നു. കെയ്നാനിന് ശേഷം മഹലേൽ എന്ന മകൻ ജനിക്കുന്നു. മഹലേലിന് ശേഷം യാരേദ് എന്ന മകൻ ജനിക്കുന്നു. യാരാദിന് ശേഷം വീണ്ടും ഹെനോക്ക് എന്നൊരു മകൻ ജനിക്കുന്നു. ഹെനോക്കിന് ശേഷം മെത്തുസലേഹ് എന്ന മകൻ ജനിക്കുന്നു. അങ്ങനെ തലമുറ വീണ്ടും ഒരു 7 തലമുറകളെ നമ്മൾ വായിക്കുന്നു. ഇതിൽ ഈ സേത്തിൻ്റെ 6-ാം തലമുറയിൽപ്പെട്ട ഹേനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ ആരും അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു.
ദൈവം അവനെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ മരണപ്പെട്ടെങ്കിൽ ഹേനോക്ക് ഭൂമിയിലെ മരണം കാണാതെ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചതുകൊണ്ട് ദൈവം മരണം കാണാതെ ഹേനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ഭൗമികമായ മരണം സംഭവിക്കാതെ ഹേനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ 2 തലമുറകളെക്കുറിച്ച് പറയുന്നു. ഒരു തലമുറയിൽ കായേൻ്റെ തലമുറയിൽ കൊലപാതക ചിന്ത, വിദ്വേഷം, വൈരാഗ്യം, നശീകരണ ചിന്തയോടുകൂടി കടന്നു വരുന്ന ആളുകൾ. ഒരേ അപ്പന് ജനിച്ച മക്കൾ, ആ മക്കളിൽ പ്രാർത്ഥന, ആത്മീയത, ദൈവാനുഗ്രഹം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവത്തിൻ്റെ അനന്തരഫലമായി അവർ ദൈവത്തെ തേടുന്നു, ദൈവത്തോടൊപ്പം നടക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു, മരണം കാണിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന 2 തലമുറകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ തലമുറകളിൽ നമ്മൾക്ക് കാണേണ്ടത് ഈ ഹെനോക്കിന് ശേഷം മെത്തുസലേഹ് ജനിക്കുന്നു. ഈ മെത്തുസലേഹിന് ശേഷം അവിടെ നോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. നോഹയുടെ കുടുംബത്തെ കാണിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായത്തിലാണ് നോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. ആ കാണുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നോഹയുടെ കാലത്ത് പ്രളയത്തെക്കുറിച്ച് 400 ദിവസം ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. നോഹ ഒരു പെട്ടകം ഉണ്ടാക്കുന്നു, എല്ലാ പക്ഷിമൃഗാദികളെയും ഇണയായി അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നു. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ 3 പുത്രന്മാരായ ഹേം, ഷേം, യാഫേത്ത് എന്നിവർ അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറുന്നു. അല്ലെങ്കിൽ 8 പേര് ദൈവം കണ്ട ഒരു നീതിമാൻ, ആ നീതിമാൻ്റെ കുടുംബം, ആ 8 പേരും പെട്ടകത്തിനുള്ളിൽ കയറുന്നു. അവരെ പെട്ടകത്തിനുള്ളിലൂടെ പ്രളയത്തെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. ആ പ്രളയത്തിന് ശേഷം അറാറത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് ഈ പെട്ടകം ഉറക്കുകയും നോഹയും കുടുംബവും അതിൽ നിന്ന് പുറത്തു വരികയും ആ പുറത്തു വന്നതിന് ശേഷം അവർ കൃഷിയിൽ ഏർപ്പെടുന്നു. ആ കൃഷിയിൽ ഏർപ്പെടുമ്പോൾ ആദ്യം ചെയ്ത ഒരു കൃഷി മുന്തിരി കൃഷിയായിരുന്നു. ധാരാളം മുന്തിരി വിളവെടുപ്പിലൂടെ അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഈ മുന്തിരി തിന്നാൻ ആളില്ലാതിരുന്നത് കൊണ്ട് ഈ മുന്തിരി കൊണ്ട് നോഹ ആദ്യത്തെ വൈൻ ഫാക്ടറി തുടങ്ങുന്നു, അല്ലെങ്കിൽ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് കുടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നോഹ തന്നെ നല്ലപോലെ കഴിച്ച് അതിൻ്റെ സാമ്പിളൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ മദ്യപിച്ച് മധോന്മത്തനായി മാറിയ നോഹ വസ്ത്രമില്ലാതെ വിവസ്ത്രനായി തെരുവിൽ കിടക്കുന്നു. ആ തെരുവിൽ കിടക്കുന്ന കണ്ട സമയത്ത് നോഹയുടെ 2ാമത്തെ മകനായ ഹാം ഇത് കാണുന്നു. അപ്പൻ വസ്ത്രമില്ലാതെ കിടക്കുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരായ ഷേമിനോടും യാഫേത്തിനോടും ചെന്ന് പറയുന്നു, അപ്പൻ വിവസ്ത്രനായി കിടക്കുന്നുവെന്ന്. ഈ 2 സഹോദരന്മാരും കൂടെ അപ്പൻ്റെ ഉടുമുണ്ടെടുത്ത് മുന്നോട്ട് നോക്കിയാൽ അപ്പൻ്റെ നഗ്നത കാണും. അതുകൊണ്ട് പുറകോട്ട് നടന്ന് പുറകോട്ട് മുഖമായി പിന്നോക്കം നടന്ന് അപ്പൻ്റെ ശരീരത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഈ അപ്പൻ്റെ ഉടുവസ്ത്രം എടുത്ത് അപ്പനെ പൊതിഞ്ഞ് അപ്പനെ പൊക്കിയെടുത്ത് തൻ്റെ മുറിയിൽ കൊണ്ടാക്കി. പിറ്റേ ദിവസം നേരം വെളുത്ത് ഒരു ഹാങ് ഓവറൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ് കെട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പന് സുബോധം വന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ സമയത്ത് കാണുന്ന ഒരു സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഹാം എന്ന മകനാണ് ഈ അപ്പൻ്റെ നഗ്നത കാണുകയും സഹോദരന്മാരോട് പറഞ്ഞത്. ഈ ഹാമിനെ വിളിച്ചിട്ട് അപ്പൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെട്ടവനായി തീരട്ടെ. അപ്പോൾ ആരാണ് കാനാൻ എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിൻ്റെ 7 അയലക്കത്തോടെ പോകാത്ത ആളാണ് കാനാൻ. ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ അപ്പൻ, അതായത് ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ടു. അതിൽ കോപാകുലനായ നോഹ ഹാമിനെ ശപിക്കുന്നതിന് പകരം, സ്വന്തം മകനായതുകൊണ്ട് അവനെ ശപിക്കുന്നതിന് മകൻ്റെ മകനായ കാനാൻ ശപിച്ചു. ആ കാനാനെ ശപിച്ചു കഴിഞ്ഞ സമയത്ത് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കാനാൻ്റെ തൊലി നിറം കറുത്ത് ഇരുണ്ടു പോവുകയും അവൻ്റെ സഹോദരന്മാരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. തുടർന്ന് അവൻ ഇസ്രായേൽ ദേശം വിട്ട് ഈജിപ്ത് ദേശവും താണ്ടി എത്യോപ്യയിലെത്തി അവിടെ വന്ന് താമസമാക്കി. ഈ കാനാൻ്റെ വംശപരമ്പര അവിടെ പരക്കുകയും പിന്നീട് ഇസ്രായേൽ മക്കൾ ദേശം വിട്ട് ഈജിപ്തിലേക്ക് അടിമത്തത്തിലേക്ക് പോയ സമയത്ത് ഈ കാനാൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ ഇസ്രായേലിൽ വന്ന് പാർപ്പുറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കനാനിയരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് വേണ്ടി വന്നു
മോശയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന 12 ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ദേശം പിടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ചരിത്രപരമായ ഒരു അറിവ് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. ഒന്ന്, 2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാണ്ട്. ഒന്ന്, അപ്പൻ ചെയ്ത തെറ്റ് മകൻ കണ്ടു. ആ കണ്ടപ്പോൾ അപ്പൻ ഈ മകനെ ശിക്ഷിക്കുന്നതിന് പകരം മകൻ്റെ മകനെയാണ് ശിക്ഷിച്ചത്. ഈ വംശാവലിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ്, ചില സമയങ്ങളിൽ ഒരു തലമുറയിൽ നിന്ന്, കാരണന്മാരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ അപ്പന് ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം ഈ ചില സമയങ്ങളിൽ 1-ാം തലമുറയിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നു, ചില സമയത്ത് 2-ാം തലമുറയിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നു, ചില സമയത്ത് 3-ാം തലമുറയിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നു, ചില സമയത്ത് 4-ാം തലമുറയിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു, പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് ഞാൻ 3-ഉം 4-ഉം തലമുറ ശിക്ഷിക്കുമെന്ന്. അതോടൊപ്പം തന്നെ പറയുന്നു, പിതാക്കന്മാർ ചെയ്യുന്ന സൽപ്രവർത്തികൾ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്നും പറയുന്നു. 2 തരം വാഗ്ദാനങ്ങൾ, ശിക്ഷയെക്കുറിച്ചും ശാപത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നോഹയുടെ പരമ്പര പിന്നീട് കടന്നു പോകുന്നു. ഈ നോഹയുടെ പരമ്പരയിലാണ് നമ്മൾ പിന്നീട് കാണുന്നത് നോഹയായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുന്നു. ആ ഉടമ്പടി ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ബാബിലോണിലെ നഗരപ്രവേശത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ കാണുന്നു നിമ്രോദ് എന്ന രാജാവിനെക്കുറിച്ച് കാണുന്നു. ഈ നോഹയുടെ വംശാവലിയിൽപ്പെട്ട നിമ്രോദിനെ കണ്ടുമുട്ടുന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരും അവർക്ക് ധാരാളം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായെങ്കിലും നോഹ തനിക്ക് ലഭിച്ച ഈ ഹാനോക്കിൽ നിന്ന് ലഭിച്ച ആത്മീയമായ അനുഗ്രഹം അത് തൻ്റെ മകനായ ഷേമിനാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ തുടർന്ന് പോകുന്ന വംശാവലി ഷേമിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഷേമിലൂടെ മുന്നോട്ട് പോവുകയും തുടർന്ന് നമ്മൾ നിമ്രോദിനെക്കുറിച്ച് കാണുന്നു. നിമ്രോദ് ബാബേൽ ഗോപുരം പണിയുന്നു, 12ഓളം നഗരങ്ങൾ പണിയുന്നു, നാഗരിക സംസ്കാരം ഉണ്ടാക്കുന്നു. മാത്രമല്ല നിമ്രോദ് പലതരത്തിലുള്ള ആരാധനാ സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തി കേന്ദ്രീകൃതമായ ഞാൻ തന്നെ ദൈവമാണെന്നുള്ള രീതിയിൽ ആരാധന പ്രചരിപ്പിക്കുന്നു. നിമ്രോദിൻ്റെ മരണശേഷം നിമ്രോദിൻ്റെ ശരീരം 12 കഷ്ണമായി മുറിച്ചെടുക്കുകയും നിമ്രോദ് പണിത 12 നഗരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിമ്രോദിൻ്റെ ശരീരഭാഗങ്ങൾ വെച്ച് ക്ഷേത്രങ്ങൾ പണിയുകയും ഈ നിമ്രോദിനെ ആരാധിക്കുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വിജാതീയ ദേവീദേവന്മാരെ ആരാധിക്കുന്ന തിന്മ നിറഞ്ഞ സ്വഭാവങ്ങൾ നിമ്രോദിൻ്റെ കാലഘട്ടത്തിൽ കാണുകയും ചെയ്തു. ഇതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് തേരഹിൻ്റെ മകനായ അബ്രഹാത്തിലൂടെ തുടരുന്ന വംശാവലി. ഞാൻ പറഞ്ഞു വന്നത് ആദത്തിൽ നിന്ന് തുടങ്ങുന്ന വംശാവലിയിൽ കടന്നു വന്ന് അത് സേത്തിലേക്കും, സേത്ത് വഴി ഹെനോക്കിലേക്കും, ഹെനോക്കിൽ നിന്ന് നോഹയിലേക്കും, നോഹയിൽ നിന്ന് ഷേമിലേക്കും, ഷേമിൽ നിന്ന് പിന്നീട് ഷേമിൻ്റെ പിന്തലമുറയായിട്ട് കടന്നു വരുന്ന അബ്രഹാത്തിലേക്കും, അബ്രഹാത്തിൽ നിന്ന് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് യൂദയിലേക്കും, യൂദയിൽ നിന്ന് പെരേസിലേക്കും, പിന്നീട് ആ വംശപരമ്പര തുടർന്ന് അത് ദാവീദിലെത്തുന്നു. പിന്നീട് ദാവീദിൽ നിന്ന് സോളമനിലേക്ക്, ജെറൊബോവാമിലേക്ക് അങ്ങനെ തുടർന്നു പോയി ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നു. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ഈ പരമ്പര പിന്നീട് മുന്നോട്ട് പോയി അത് വന്ന് യേശു ക്രിസ്തുവിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു തിരിച്ചറിവ്, ഈ വംശം, കുലങ്ങൾ, ഗോത്രങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഈ കാലഘട്ടങ്ങളിലെ ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ നടക്കുകയാണ്. പലതരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. ആ കിട്ടുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ആദം ഹൗവ ദമ്പതികളിലൂടെ തലമുറകൾ കടന്നു വന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശാസ്ത്രലോകം പറയുന്നു മനുഷ്യൻ ആദ്യമായി ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന് പറയുന്നു. ആന്ത്രപ്പോളജി പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്നു 4 വംശങ്ങളാണുള്ളത്. ഒന്ന് ഒരു ആര്യൻ വംശം എന്ന് പറയുന്ന യൂറോപ്യൻ ജനത, ആഫ്രിക്കയിലുള്ള നീഗ്രോ വംശം, മംഗോളിയൻ വംശം, ചൈന, കൊറിയ, മംഗോളിയ, ജപ്പാൻ
മുതലായ സ്ഥലങ്ങളിൽ വ്യാപരിക്കുന്ന മംഗോളിയൻ വംശജർ, ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള യഹൂദർ, ഇങ്ങനെ 4 വംശങ്ങളാണ് ലോകത്തിൽ അടിസ്ഥാന വംശങ്ങളായിട്ട് കരുതുന്നത്. ആ വംശങ്ങളിൽ നിന്നുള്ള പിന്നീട് പല ദേശങ്ങളിലേക്ക് പിരിഞ്ഞു പോവുകയും അത് പിന്നീട് പല ദേശീയതകൾക്കും ഉപദേശികൾക്കും പലതരം വംശങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും കുലങ്ങളിലേക്കെല്ലാം കടന്നുപോയിട്ട് ശാസ്ത്രലോകം പറയും. ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലുള്ള പ്രദേശത്ത് കാണുന്ന ദ്രാവിഡ വംശജർ ഈ ആഫ്രിക്കൻ വംശജരായ നീഗ്രോസിൻ്റെ മായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായി ചില നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഉത്തരേന്ത്യയിലുള്ള സവർണ വ്യക്തികളായി ഒരു യൂറോപ്യൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ള ഉയരം കൂടുതലുള്ള ആളുകൾ അത് ആര്യൻ വംശജരുടെ ജർമ്മനി നൈൽ നദീ തീരത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആളുകളുടെ പിന്തുടർച്ചക്കാരാണെന്ന് പറയപ്പെടുന്നു. ഈ ഇസ്രായേലും ജെറുസലേമും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ട് ഉത്ഭവിച്ച ജനതകളും അതിൻ്റെ ഇടയിൽപ്പെട്ട ആളുകളാണ് അഫ്ഗാനിസ്ഥാൻ വരെ മുതൽ അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, കുവൈറ്റ് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഖത്തർ, ബഹ്റൈൻ, യമൻ, ഇപ്പുറത്ത് ടുണീഷ്യ, ലിബിയ, മൊറോക്കോ, അൾജീരിയ, സൊമാലിയ മുതലായ രാജ്യങ്ങളിലെല്ലാം പരന്നു കിടക്കുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ വംശങ്ങളുടെ ഒരു യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നു. പല ദേശത്തിലേക്കും ഈ വംശങ്ങളുടെ വംശാവലി കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് പല തിയറികൾ പലതും കടന്നു വരുന്നു. സുവിശേഷ പണ്ഡിതന്മാർ എബ്രഹാത്തിന് മുൻപുള്ള കാലഘട്ടത്തെ ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്നാണ് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രാതീത കാലം. ചരിത്രം പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും എന്തെങ്കിലും തരത്തിലുള്ള രേഖകളുടെ പിൻബലത്തിലാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അബ്രഹാത്തിന് മുൻപുള്ള ചരിത്രത്തിന് ശാസ്ത്രീയമായ അടിത്തറ കണ്ടെത്തുവാനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് ചിലർ പറയുന്നു. അതുകൊണ്ട് തന്നെ എബ്രഹാത്തിന് മുന്നേ ആദം മുതൽ എബ്രഹാം വരെയുള്ള കാലഘട്ടത്തെ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നു. എബ്രഹാം മുതലുള്ള പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിന് വ്യക്തമായ തെളിവുകളും ഡോക്യുമെൻറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പീരീഡായിട്ടും തരംതിരിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വംശാവലി ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവ് നേടാനായിട്ട് ശ്രമിക്കാം. ഈ പരമ്പര, ഈ വംശാവലി എന്ന പരമ്പരയിൽ ആദം മുതൽ യേശുക്രിസ്തു വരെയുള്ള വംശാവലിയിലൂടെ ഒരു എത്തിനോട്ടം നടക്കുന്നു. അത് ബൈബിളിൽ പറയുന്ന വംശാവലി, നരവംശാസ്ത്രം പറയുന്ന വംശാവലിയെക്കുറിച്ചല്ല പറയുന്നത്. ബൈബിളിൽ പറയുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ആദം മുതൽ എബ്രാഹാം വരെയുള്ള വംശാവലിയും അബ്രാഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള 42 തലമുറകൾ, പ്രത്യേകിച്ച് അബ്രഹാത്തിന് മറ്റു മക്കളുണ്ടായിരുന്നെങ്കിലും അബ്രഹാമിലൂടെ കടന്നു വന്ന് 8 മക്കളിൽ ഇസഹാക്കിലൂടെ കടന്നു വരുന്ന, ഇസഹാക്കിന് 2 മക്കളുണ്ടെങ്കിൽ അതിൽ യാക്കോബിലൂടെ കടന്നു വരുന്ന, യാക്കോബിന് 12 മക്കളുണ്ടെങ്കിൽ സേത്തിൽ അത് യൂദ എന്ന മകനിലൂടെ കടന്നു പോകുന്ന, യൂദായ്ക്ക് പല മക്കളുണ്ടെങ്കിലും പെരേസിലൂടെ കടന്നു പോകുന്ന വംശാവലിയെക്കുറിച്ച് ഒരു പ്രാഥമികവും പ്രാരംഭമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രഭാഷണ പരമ്പര നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളത് കാണുകയും കേൾക്കുകയും പഠിക്കുകയും സുവിശേഷത്തും വായിക്കുവാനും മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസയും കൗതുകവും നിങ്ങളിൽ ജനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.